യെസ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മെൽറ്റഡ് റീകാസ്റ്റഡ്. മെൽറ്റഡ് റീകാസ്റ്റഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളം ഉണ്ടോ വോളിയാണ് കാണേണ്ടത്. ആദ്യത്തെ കോൺസെപ്റ്റ് മെൽറ്റഡ് റീകാസ്റ്റഡ് ക്വസ്റ്റ്യൻ വന്ന വോളിയാണ് കാണേണ്ടത് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് നിർബന്ധമായും വരുന്ന 3 കാര്യങ്ങൾ ഇതാണ്: വോളിയം ഓഫ് കോണോ, വോളിയം ഓഫ് സ്ഫിയറോ, വോളിയം ഓഫ് എമിസ്ഫിയറോ. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ? വോളിയം ഓഫ് കോണ്, വോളിയം ഓഫ് എമിസ്ഫിയർ, വോളിയം ഓഫ് സ്ഫിയർ. സോ നേരെ നോക്കിയിരിക്കുക. ഇവിടെ ഒരു കോണാണ് മെൽറ്റ് ചെയ്യുന്നത്. കോണിനെ മെൽറ്റ് ചെയ്തിട്ട് സ്ഫിയർ ആണ് ഉണ്ടാക്കുന്നത്. എത്ര എണ്ണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാല് സിമ്പിൾ ആണ്. എന്താണോ മെൽറ്റ് ചെയ്യുന്നത് അതിന്റെ വോളിയം മുകളിൽ എഴുതുക. ഇവിടെ എന്താ മെൽറ്റ് ചെയ്യുന്നത്? വോളിയം ഓഫ് കോൺ. എന്താണോ മെൽറ്റ് ചെയ്യുന്നത് അതിന്റെ വോളിയം മുകളിൽ എഴുതുക. എന്താണോ ഉണ്ടാക്കുന്നത് അതിന്റെ വോളിയം താഴെ എഴുതുക. താഴെ ഉണ്ടാക്കുന്നത് സ്ഫിയർ ആണ്, അപ്പൊ അതിന്റെ വോളിയം താഴെ എഴുതുക. ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, വോളിയം ഓഫ് കോൺ കാണാനുള്ള ഇക്വേഷൻ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇതിങ്ങനെ എഴുതൊന്നും വേണ്ട, ഇങ്ങനെ ടിക്കറ്റിട്ട് എഴുതൊന്നും ചെയ്യരുത് കേട്ടോ. എന്താണ് ഇക്വേഷൻ? കോണ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 ഇൻറ്റു πr² ഇൻറ്റു h. അടുത്ത സ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3 ഇൻറ്റു πr³. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ സെയിൽ എഴുതിയതാണ്. ഇത് എക്സാമിന് എഴുതണത് നിർബന്ധമല്ല. സോ നേരെ നോക്കിയിരുന്നോളൂ. 1/3 ഇൻറ്റു പൈ ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ എന്താ? കോണിന്റെ റേഡിയസ് എന്താ? 12 ഇൻറ്റു 12. റേഡിയസ് എന്നുള്ളത് r² എന്നുള്ളതുകൊണ്ടാണ് 12 ഇൻറ്റു 12 എന്ന് എഴുതിയത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് 12 ഇൻറ്റു 12 എന്ന് എഴുതിയത്? r² ആയതുകൊണ്ട്. h എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? 15 എന്ന് എഴുതണം. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് വോളിയം ഓഫ് സ്ഫിയർ. എന്താണ് വോളിയം ഓഫ് സ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ? 4/3 ഇൻറ്റു പൈ ഇൻറ്റു r³ 3 ഇൻറ്റു 3 ഇൻറ്റു 3. r³ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം എഴുതണം. ഇനി നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ കട്ട് ചെയ്യലാണ് ആദ്യം വേണ്ടത്. ആദ്യം ഞാൻ കട്ട് ചെയ്യണം, നോക്കിക്കോളൂ. പൈയും പൈയും കട്ട് ചെയ്തു, 3യും 3യും കട്ട് ചെയ്തു. എനി ഡൗട്ട്? പൈയും പൈയും കട്ട് ചെയ്തു, 3യും 3യും കട്ട് ചെയ്തു. ഞാൻ അടുത്ത ഞാൻ കട്ട് ചെയ്യണ നേരെ നോക്കിക്കോളൂ കേട്ടോ. അടുത്ത കട്ട് ചെയ്യൽ നേരെ നോക്കിക്കോളൂ. 12ഉം 3യും കട്ട് ചെയ്തു. 12/3 4. ഈ കട്ട് ചെയ്യൽ മനസ്സിലായോ? അടുത്തത് വീണ്ടും കട്ട് ചെയ്തു. 12/3 എത്ര? 4. അടുത്തത് 15/3 5. കട്ട് ചെയ്തത് സാധനങ്ങൾ മൊത്തം ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതിയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. മുകളിൽ എന്തൊക്കെയുള്ളത്? 4 ഇൻറ്റു 4 ഇൻറ്റു 5 ഉണ്ട്. താഴെ ഒരു 4ഉം ഉണ്ട്. താഴെ ഒരു 4ഉം ഉണ്ട്. സോ 4 ഇൻറ്റു 4 ഇൻറ്റു 5 ഉണ്ട്. താഴെ ഒരു 4ഉം ഉണ്ട്. സോ ഈ 4ഉം ഈ 4ഉം കട്ട് ചെയ്തു. ആൻസർ എത്ര വരുന്നത്? 4 ഇൻറ്റു 5. ആൻസർ എത്ര വരുന്നത്? 20. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. മെൽറ്റഡ് റീകാസ്റ്റഡ് ചോദിക്കാതെ ഇതേവരെ SSLC എക്സാം നടന്നിട്ടില്ല. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോളൂ.